നമസ്കാരം. ഇന്ന് നമ്മൾ പണത്തിൻ്റെ തടസ്സം, ഇല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, പണം കിട്ടുന്നില്ല, കടം കൊടുത്ത് തിരിച്ച് കിട്ടുന്നില്ല, ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരുന്നുണ്ട്. ചിലങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുവാനായിട്ട് നമുക്ക് അറ്റം വരെ വന്ന് നിൽക്കും, പക്ഷെ ലഭിക്കുകയില്ല. വീടുകളിലെ വരുമാനം ഇരട്ടിയായി ലഭിക്കും. ജീവിതത്തിൽ പണത്തിന് വളരെ വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. പണമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പണം വരുന്നത് കുറയുന്നതോടെ വീട്ടിലെ പ്രശ്നങ്ങളും കൂടുന്നു. ഇത് മാറ്റാനായിട്ട് പല മാർഗ്ഗങ്ങളും നമുക്കുണ്ട്. ഈ പണം സമ്പാദിക്കുവാനായിട്ട് പല മാർഗ്ഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പണത്തെ ആകർഷിക്കാനും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനിയും പറഞ്ഞു തരാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ മനസ്സിനകത്താണ് നമുക്ക് ജാതിയും മതവും എല്ലാം ഉള്ളത്. ദൈവങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരുടെ പ്രശ്നങ്ങളും ഒരുപോലെയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തു നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണത്തിൻ്റെ തടസ്സം മാറിക്കിട്ടുന്നു. ഇതിൽ പ്രധാന കാര്യം, ഇത് ചെയ്യുന്നതിലൂടെ വെറുതെ പണം ലഭിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന ജോലി അത് കൃത്യമായി ചെയ്യുകയും വേണം. ബിസിനസ്സുകാർക്ക് പുതിയ വഴികൾ ലഭിക്കുന്നു. ചില ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് വീട്ടിൽ കൈയും കെട്ടിയിരുന്നാൽ മതിയോ? കൈയും കെട്ടിയിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് രാജയോഗം ഉണ്ടെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ ലോകത്ത് നമുക്ക് എല്ലാവർക്കും സാമാന്യ ബോധമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പുതിയ വഴികൾ തരുമ്പോൾ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക. ഇപ്പം ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഒറ്റ രീതിയിൽ ഒരു ബിസിനസ് മാത്രം ചെയ്യുമ്പോൾ അവർക്ക് പുരോഗതിയിലോട്ട് എത്താൻ ചിലപ്പോൾ സാധിക്കുകയില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ നല്ല സമയം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന പൈസ തരും എന്നല്ല. നമ്മൾ അതിൻ്റെ കൂടെ കഷ്ടപ്പെടാൻ തയ്യാറാവണം. പുതിയ വഴികൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത്, അപ്പം നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നതെല്ലാം നമുക്ക് പോസിറ്റീവായി ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതെല്ലാം ചെയ്തിട്ട് വെറുതെ ഇരുന്ന് അയ്യോ എനിക്ക് കിട്ടിയില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. ഇത് ചെയ്യുക. ഒരു സൈഡിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതും നിങ്ങൾ ചെയ്യുക. ഈ പൈസ കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നവർക്കൊക്കെ പൈസ ലഭിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇതിലാദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. നമുക്കിത് നടക്കും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വേണം. ചൊവ്വ, വെള്ളി, പൗർണമി, തൃതി ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതും ആണ്. പുലർച്ചെ 3 മുതൽ 7 വരെ, വൈകിട്ട് 6 മുതൽ 9 വരെയുള്ള ഈ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ചിലപ്പോൾ സമയം തികയില്ല എങ്കിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയത്തും പുലർച്ചെ 3 മുതൽ 7 വരെയുള്ള സമയത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. കുറച്ച് പച്ചരി, ഒരു പിടി പച്ചരി, 3 ജാതിക്ക, 6 ഏലക്ക പച്ച നിറത്തിൽ ഉള്ളത് തന്നെ വേണം, 9 നാണയങ്ങൾ, പിന്നെ വേണ്ടത് ഒരത്തർ. ആദ്യം നാണയം നന്നായി കഴുകിയെടുക്കുക. നാണയങ്ങളിൽ അത്തർ തേച്ച് മാറ്റിവെക്കുക. ഇനി ഇതൊരു മഞ്ഞത്തുണിയിൽ ജാതിക്ക, ഏലക്ക എന്നിവ ചേർത്ത് നാണയങ്ങൾ വെച്ച് ഒരു കിഴി പോലെ കെട്ടുക. ഒരു മഞ്ഞത്തുണി എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജാതിക്ക, ഏലക്ക, നാണയങ്ങൾ ഇവ വെച്ച് ഒരു കിഴി പോലെ കെട്ടുക. ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഇത് എടുത്തു വയ്ക്കുക. ഫ്രഷ് ആയിട്ടുള്ളതിനെ മേടിച്ചോളൂ. നമ്മൾ എന്തെങ്കിലും വേറെ ഫുഡുകൾ കൊണ്ടുപോയതോ അങ്ങനെയൊന്നും ആക്കണ്ട. പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകൾ നമുക്ക് വാങ്ങാൻ കിട്ടും, 15-20 രൂപ കൊടുത്താൽ മതിയാകും. അതിനകത്തേക്ക് ഈ കിഴി കെട്ടിയെടുത്ത് വയ്ക്കുക. ഇത്രയും സാധനങ്ങൾ മൂടുന്ന രീതിയിൽ പച്ചരി ഇട്ട് വയ്ക്കുക. ഇത് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് പച്ചരി ഇട്ട് ഇത് തുണി പുറത്ത് കാണാത്ത രീതിയിൽ നല്ലപോലെ മൂട്ടി വയ്ക്കുക. ഇത് പൂജാമുറിയിലോ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തോ സൂക്ഷിക്കാവുന്നതാണ്. ഈ സൗകര്യം ഇല്ലാത്തവർ, പൂജാമുറിയിൽ നമ്മൾ വിളക്ക് വയ്ക്കാറില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ക്യാഷ് സൂക്ഷിക്കുന്ന അലമാരയിൽ വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. 1 മാസം കഴിഞ്ഞ് ഇത് മാറ്റിവെക്കുക. തുടർച്ചയായി 3-4 മാസങ്ങളിൽ വേണം ഇത് ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് 1 മാസം നമ്മൾ ചെയ്യുന്നത് കറക്റ്റായി മെൻഷൻ ചെയ്ത് വെച്ചിട്ട് അടുത്ത മാസം എത്തുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഇത് മാറ്റി അടുത്ത കിഴി എടുത്ത് വയ്ക്കുക.
ഈ നാണയങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഇടാവുന്നതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ചവിട്ടുന്ന സ്ഥലത്ത് ഇടാൻ പാടില്ല, വെള്ളത്തിൽ വേണം ഒഴുക്കിക്കളയുവാനായിട്ട്. മഞ്ഞ തുണി ഏതെങ്കിലും ശിഖരങ്ങളിൽ കെട്ടിയിട്ടാലും തെറ്റില്ല. നമ്മൾ ഏറ്റവും വൃത്തിയായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ. ഈ കർമ്മം ചെയ്യുന്ന ദിവസം മാംസ്യാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. 3 മാസം ഇത് കൃത്യമായി ചെയ്യുക. 6 മാസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും 3 മാസം തടസ്സങ്ങളില്ലാതെ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഇക്കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വ്യത്യാസം തന്നെ കൊണ്ടുവരുന്നതാണ്.